കൂട്ടുകാരെ, ഇത് നമ്മൾ കാത്തിരുന്ന ആ ഒരു ശുഭ നിമിഷം, അതെ, നമ്മുടെ പൂജയും അപ്പവും ഇനി ഒന്നാകുന്ന ആ ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ കുടുംബവിളക്ക് എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പൂജയെ ആശ്വസിപ്പിക്കുന്ന അപ്പുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നലത്തെ എപ്പിസോഡ് എന്തെങ്കിലും അത് തന്നെയായിരുന്നു അല്ലെ പ്രേക്ഷകർ? അപ്പം ഇന്ന് നമ്മുടെ പൂജ അപ്പുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അപ്പുവേട്ടാ സോറി, അപ്പുവേട്ടനെ ഞാൻ പല രീതിയിലും തെറ്റിദ്ധരിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായെല്ലാം എൻ്റെ തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എനിക്ക് അപ്പുവേട്ടനെ എൻ്റെ ജീവിതത്തിൽ ഉള്ളൂ, വേറെ ആരും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന രംഗവും ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രംഗങ്ങൾ നമ്മുടെ പങ്കജും കാണുന്നുണ്ട്. ആ റോട്ടിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പങ്കജും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പങ്കജിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് തിളച്ച് മറിയോ, എടി നീ എന്നെ കർണത്തെ തല്ലിപ്പോയത് ഇവൻ്റെ നെഞ്ചത്ത് തലവെച്ച് കരയാനായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ അപ്പുവിൻ്റെയും പൂജയുടെയും കാര്യം സെറ്റായി. ഇനി ഇവരുടെ ഒരു കല്യാണ മുഹൂർത്തത്തിൽ നമ്മുടെ രോഹിത് ഉണ്ടാകുമോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എന്തായാലും സുമിത്രയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയാകും അല്ലേ പ്രേക്ഷകർ? ഈ ഒരു കാര്യം അറിയുമ്പോൾ നമ്മുടെ രഞ്ജിതയുടെയും പങ്കജിൻ്റെയും ചതി പൂജ തിരിച്ചറിഞ്ഞു എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് വലിയൊരു ആശ്വാസം തന്നെയാകും അല്ലേ? അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയൊക്കെ കഥ മാറി തിരിയുമെന്ന്. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.